പാലക്കാടിലോട്ടുള്ള യാത്ര അതിമനോഹരമാണ്. ഇവിടുത്തെ വഴികളല്ലേ ജോജി? നല്ല ഇത് ഹൈവേ എല്ലാം പണി തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പാലക്കാട് ചെല്ലാൻ പറ്റും. അപ്പൊ തന്നെ അടിപൊളിയായിട്ട് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഈ ഹോളിഡേയുടെ സമയമായിട്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സുകളും ഉണ്ടല്ലേ. ക്യാമറ വെച്ചിരിക്കുന്നുണ്ടോ? ക്യാമറ ഉണ്ടോ? സ്പീഡ് നല്ല സുഖമായിട്ട് ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ട്. പാലക്കാടിന്റെ ആ ഒരു പാലക്കാടൻ കാറ്റ് കണ്ടോ? പിള്ളേര് കണ്ടേ ടൂറ് പോകുന്നത്. ചേട്ടേ വളവോ ഇത് പാലക്കാട് തൃശ്ശൂർ റൂട്ടിലുള്ള കുതിരയാൻതുട തുരങ്കത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കേരളത്തിൽ തന്നെയാണോ ഇത്രയും നല്ല ഒരു തുരങ്കമുള്ളത്? ട്രക്കുകളൊക്കെ കയറിപ്പോകും. നമ്മൾ ട്രക്കിൻ്റെ പുറകെ കയറുകയാണ്. ലൈറ്റുകൾ, ഡിസ്പ്ലേ ബോർഡുകൾ, അതുപോലെ തന്നെ കണ്ടോ എത്ര എക്സ്പോസ്റ്റ് ഫാൻസ്, എയർ സർക്കുലേഷൻ. ഇത് നീണ്ട കിലോമീറ്ററുകൾ, 1 കിലോമീറ്റർ അത്രയും വരുന്ന നീളത്തിലാണ് കിടക്കുന്നത്. കണ്ടോ അടിപൊളി. ഇഷ്ടംപോലെ ട്രക്ക് കയറി പോകുന്നു. നല്ല ഇതിനകത്ത് തുരങ്കത്തിൽ കയറി നല്ല തണുപ്പത്. 2 സൈഡിലോട്ട് വിങ്സ് പോലെ 2 എക്സ്റ്റൻഷൻ റോഡുണ്ട്. കണ്ടോ? കണക്ഷൻ കണ്ടോ? നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല തുരങ്കമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോ നമ്മുടെ ആ മറ്റേ തുരങ്കം ഇല്ലേടാ, അതേതാടാ? വയനാട്. അടുത്ത അങ്ങോട്ടുള്ള വയനാട് ഒക്കെ ആ ഒരു കാൽപ്പറ്റ ബാംഗ്ലൂരൊക്കെ പോകാൻ വളരെ എളുപ്പമായിരിക്കും. ആ പാതയൊക്കെ ഇതുപോലെ തുരങ്കം പാതകൾ വരുന്നത് ഭയങ്കര സേഫ്റ്റിയാണ്. മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കണ്ട. കണ്ടോ? ഫുൾ കവേർഡ്. പിന്നെ ലൈറ്റ് ഉണ്ട്, എക്സോസ്റ്റ് ഫാൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഉണ്ട്. അപ്പം നല്ല ഒരു എന്താ നല്ല പുറത്തോട്ട് എത്ര കിലോമീറ്ററുകൾ നമ്മൾ ലാഭിച്ച് കണ്ടോ? സൂപ്പറായിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നേരെ തൃശ്ശൂരാണ്. കണ്ടോ? ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജി എത്രയും പെട്ടെന്ന് അതിവേഗം ബഹുദൂരം. അപ്പോൾ നമ്മുടെ കേരളയിലല്ലോ നമ്മുടെ ഇപ്പം വന്നിരിക്കുന്ന പുതിയ ഉണ്ടല്ലോ അതിവേഗ റെയിൽവേ, അത് വരട്ടെ. അത് ഈ ശ്രീധരൻ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടല്ലോ 70,000 കോടിയുടെ. അത് വന്നാൽ വളരെ നല്ലതായിരിക്കും. അത് 3.25 മണിക്കൂറാണ് കണ്ണൂർ ടു തിരുവനന്തപുരം. എല്ലാ എയർപോർട്ടും കയറിയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര പെട്ടെന്നാണ്. എറണാകുളം തിരുവനന്തപുരം ഒക്കെ വളരെ സ്പീഡിൽ വരും. 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരും. വളരെ നല്ല ഒരു പദ്ധതിയാണത്. അത് നടക്കട്ടെ. കേരളത്തിൽ തന്നെ എല്ലാവരും വളരെ സ്പീഡിൽ പോട്ടെ. എന്നാ